ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വീണ്ടും തുടരാൻ തീരുമാനം. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. പ്രധാനമന്ത്രിയെ പ്രത്യേക ക്ഷണിതാവാക്കി G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും പുതിയ വ്യാപാര ബന്ധങ്ങളിലേക്ക് കടക്കാനും തീരുമാനമായി. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ധാരണയിലായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും നയതന്ത്ര സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത് ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പരസ്പര ബഹുമാനം, പരമാധികാരത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും കാനഡ ഇന്ത്യ ബന്ധമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്ന് 2023 സെപ്റ്റംബറിലാണ് ആദ്യത്തെ നയതന്ത്ര തർക്കം ആരംഭിച്ചത്. ഇത് രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാല നയതന്ത്ര സംഘർഷത്തിന് കാരണമായി. ഇരു രാജ്യങ്ങളും പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നാരോപിച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിരുന്നു. പിന്നാലെ തങ്ങളുടെ പൗരന്മാരെ ഇരു രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് വിലക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാനഡ ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടി. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന സഞ്ജയ് കുമാർ വർമ്മയെ മറ്റ് 5 നയതന്ത്രജ്ഞരെയും കാനഡ പുറത്താക്കിയിരുന്നു. തുടർന്ന് ഇന്ത്യയും 6 നയതന്ത്ര ജീവനക്കാരെ പുറത്താക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.